Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the first part of the topic, characteristics of a company, from the subject Corporate Regulations for BBA Semester 3 students of Kerala University. Characteristics of a company. A company formed and registered under the Companies Act has certain special characteristics which reveal the nature of a company. These characteristics are also called the advantages of a company because, as compared with other business organizations, they are in fact beneficial for a company. Following are the special characteristics of a company. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ അല്ലെങ്കിൽ സവിശേഷതകളെക്കുറിച്ചാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കമ്പനിക്ക് ചില പ്രത്യേക സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ നേച്ചർ അഥവാ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്നും പറയാം. കാരണം മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് തന്നെ ബെനിഫിഷ്യലായിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്നുകൂടി പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പനി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി comes into existence by registration, which is often called as incorporation of the company. On incorporation, a company becomes an artificial person in the eyes of law with a distinct name and perpetual succession. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കൃത്രിമമായ വ്യക്തി അല്ലെങ്കിൽ കൃത്രിമമായ ഒരു വ്യക്തിത്വം. നമ്മളെപ്പോലെ ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല കമ്പനി. നൈസർഗികമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയല്ല കമ്പനി, മറിച്ച് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്, ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി എന്നാണ് അർത്ഥം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഇൻകോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ സേ ദാറ്റ് ദ ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഇൻകോർപ്പറേഷൻ. ഇവിടെ രജിസ്ട്രേഷനിലൂടെ ഒരു കമ്പനി നിലവിൽ വരികയാണ്. അങ്ങനെയാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആവുന്നത്. കമ്പനി നിലവിൽ വരുന്നത് രജിസ്ട്രേഷനിലൂടെയാണ്. അപ്പോൾ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി, ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്തൊരു കമ്പനി നിയമത്തിൻ്റെ കണ്ണുകളിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അഥവാ കൃത്രിമമായ ഒരു വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിക്ക് പ്രത്യേക ഡിസ്റ്റിങ് നെയിം, അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരുണ്ടായിരിക്കും. കൂടാതെ പെർപ്പച്വൽ സസഷൻ ഉണ്ടായിരിക്കും. പെർപ്പച്വൽ സസഷൻ എന്ന് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്നാണ്. എക്സിസ്റ്റൻസ് ഫോർ എവർ എന്ന് പറയും. അതായത് കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. കമ്പനിയിൽ തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ മരണപ്പെട്ടു പോകാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം. എന്നാലും ഒരു കമ്പനി ഒരിക്കലും അവസാനിക്കുന്നില്ല, അൺലെസ് ഇറ്റ് ഈസ് വൗണ്ട് അപ്പ്. അല്ലെങ്കിൽ നിയമം മൂലം ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അവസാനമുള്ളൂ. അല്ലെങ്കിൽ കമ്പനിക്ക് ഒരിക്കലും അവസാനമില്ല. അതാണ് ഈ പെർപ്പച്വൽ സസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ പഠിച്ചത് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കൃത്രിമമായ ഒരു വ്യക്തിയാണ് കമ്പനി എന്ന് പറയുന്നത്. Second characteristics of a company is voluntary association. Company is a form of business organization.
It may be described as a voluntary association of many persons who contribute capital to a common fund and employ it to carry on a definite business activity to share profits. കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. അതായത് ഒരു കോമൺ ഫണ്ടിലേക്ക്, പൊതുവായിട്ടുള്ള ധനശേഖരത്തിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എന്നുവെച്ചാൽ മൂലധനം കൊണ്ടുവരികയും അതുപയോഗിച്ച് ഒരു നിശ്ചിത ബിസിനസ് പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വീതിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ സ്വമനസാലെയുള്ള ഒരു കൂട്ടായ്മയാണ് കമ്പനി എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വോളണ്ടറി അസോസിയേഷനാണ് കമ്പനി എന്ന്. കമ്പനിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് വോളണ്ടറി അസോസിയേഷൻ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ ഫണ്ടിലേക്ക് ക്യാപിറ്റൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപയോഗിച്ച് ഒരു ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എല്ലാവരും കൂടി വീതിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള സ്വമനസാലെയുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടായ്മയെ കമ്പനി എന്ന് പറയുന്നു. അപ്പോൾ കമ്പനിയുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. തേർഡ് ക്യാരക്ടറിസ്റ്റിക്, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. A company must be incorporated or registered under the Companies Act. A company may be incorporated under the Act either as a private or public company. കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സംരംഭമായിരിക്കണം കമ്പനി എന്ന് പറയുന്നത്. കമ്പനികാര്യ നിയമം അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഫോം ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംരംഭമായിരിക്കണം കമ്പനി എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനി പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ പേരിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എ കമ്പനി ക്യാൻ ബി registered or incorporated as a private or public company. Fourth characteristic, share capital. Finance required by the company for its business activities is collected from the public. The money so raised is called the capital of the company, which is usually divided into different units of fixed amount. These units are called the share. The person who hold the shares of company are called the members or shareholders of the company. The money raised by the issue of shares is called share capital. ഒരു കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അഥവാ ഫിനാൻസ് അത് ശേഖരിക്കുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് പൊതുജനങ്ങളിൽ നിന്നാണ്. ഇത്തരത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ശേഖരിക്കുന്ന പൈസയെ അല്ലെങ്കിൽ പണത്തെ നമ്മൾ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി അഥവാ കമ്പനിയുടെ മൂലധനമെന്ന് വിളിക്കുന്നു. ഈ മൂലധനത്തെ ഒരു നിശ്ചിത തുകയുടെ വിവിധങ്ങളായ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നു. ഇത്തരം യൂണിറ്റുകളെ നമ്മൾ ഷെയർ എന്ന് വിളിക്കും. ഷെയർ എന്ന് പറഞ്ഞാൽ ഓഹരി എന്നാണ് പേര്. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. പബ്ലിക്കിൽ നിന്ന് കമ്പനി ശേഖരിച്ച മൂലധനം അഥവാ എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും ഒരു കമ്പനിയുടെ മൂലധനം ഇത്രയും ചെറിയ ഒരു തുക ആയിരിക്കത്തില്ല. പറയാനുള്ള എളുപ്പത്തിനും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ട് ചെറിയൊരു തുക പറയുന്നു മാത്രം. അപ്പോൾ 1,00,000 രൂപയാണ് കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് വിചാരിക്കുക. ഈ 1,00,000 രൂപയെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1,00,000 രൂപയെ നമ്മൾ 1000 യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ യൂണിറ്റിൻ്റെയും വില എന്ന് പറയുന്നത് 100 രൂപയായിരിക്കും.
100 അങ്ങനെ 1000 യൂണിറ്റുകൾ ഉണ്ട്. അപ്പോൾ 1000 ഗുണം 100 1,00,000. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനും നമ്മൾ ഷെയർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓഹരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറയുന്നത് 100 രൂപയും 100 രൂപയുടെ 100 രൂപ മുഖവിലയുള്ള 1000 ഷെയറുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. അപ്പോൾ 1,00,000 രൂപയാണ് കമ്പനിയുടെ മൂലധനമെങ്കിൽ ഷെയറിൻ്റെ മുഖവില 100 രൂപയാണെങ്കിൽ 1000 അത്തരത്തിലുള്ള ഷെയറുകൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് ആ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് എമൗണ്ടിനെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശമുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണ് വിളിക്കുന്നത്. കമ്പനിയുടെ അംഗങ്ങൾ അല്ലെങ്കിൽ ഓഹരി ഉടമകൾ എന്നാണ് വിളിക്കുന്നത്. ദ മണി റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ഇസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഇത്തരത്തിൽ പബ്ലിക്കിൽ നിന്ന് ശേഖരിക്കുന്ന പൈസ അല്ലെങ്കിൽ പണത്തെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അഥവാ ഓഹരി മൂലധനം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ കമ്പനിയുടെ നാലാമത്തെ ഒരു സവിശേഷതയാണ് ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി മൂലധനം ഉണ്ടായിരിക്കും. ഇതിൽ പറഞ്ഞ പോയിൻറ്റ്സ്, അപ്പോൾ ഈ ഓഹരി മൂലധനത്തെ ഈക്വലായിട്ടുള്ള ചില യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയറിന് ഒരു ഫേസ് വാല്യൂ അഥവാ മുഖവില ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ഇങ്ങനെ കളക്ട് ചെയ്ത ആ മൂലധനത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ അഥവാ ഓഹരി മൂലധനം എന്ന് പറയുന്നത്. Fifth characteristics of a company: separate legal entity. It is an important characteristic of a company that it has a separate legal entity. It means that the existence of a company is independent and separate from its members. In law, the company is regarded as an artificial legal person which deals in its own name. Thus, a member of a company cannot be held liable for the acts of a company, even if he holds the substantial part of company's share capital. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. നിയമപരമായി പ്രത്യേകമായിട്ടുള്ളൊരു അസ്തിത്വം കമ്പനിക്കുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് സ്വതന്ത്രവും പ്രത്യേകവുമായിട്ടുള്ള ഒരു നിലനിൽപ്പ് കമ്പനിക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികൾ, നമുക്ക് പേരുണ്ട്, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അതുപോലെ തന്നെ കമ്പനിയും പ്രത്യേകം പേരുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള അസ്തിത്വമുള്ള ഒരു വ്യക്തിയാണ് കമ്പനി. കമ്പനിയെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, സ്വന്തം പേരിൽ പ്രവർത്തിക്കുന്ന ഒരു കൃത്രിമമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അസ്തിത്വമുള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്, നിയമത്തിൽ പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പിഴവിന് ഒരിക്കലും അതിൻ്റെ മെമ്പേഴ്സ്, അതിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളെ നമുക്ക് ബാധ്യസ്ഥരാക്കാൻ അല്ലെങ്കിൽ അവരുടെ മേൽ കുറ്റം ചുമത്താൻ സാധിക്കുകയില്ല. ഇനി ആ കമ്പനിയുടെ ഒരു അംഗം കമ്പനിയുടെ ഓഹരിയുടെ ഷെയറിൻ്റെ വളരെ വലിയൊരു പങ്ക് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശമുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി ആ വ്യക്തിയെ നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ അംഗങ്ങളെ ഒരിക്കലും നമുക്ക് ലയബിളാക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് കമ്പനിയുടേതായ സ്വന്തം പേരുകൊണ്ട് കമ്പനി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കമ്പനിയാണ് ബാധ്യസ്ഥമാകുന്നത്. ഒരിക്കലും അതിൻ്റെ മെമ്പേഴ്സിന് ബാധ്യതയില്ല. ഇതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സിക്സ്ത് ക്യാരക്ടറിസ്റ്റിക്: പെർപെച്വൽ സസഷൻ.
The term perpetual succession means the continuous existence. A company has a perpetual succession, that is, company never dies. The membership of a company may change from time to time, but it does not affect the company's continuity. Thus, the death, insanity, or insolvency of the members do not affect the corporate existence of the company. പെർപ്പച്വൽ സസഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്, തുടർച്ചയായിട്ടുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള നിലനിൽപ്പ് എന്നാണ്. കമ്പനിക്ക് പെർപ്പച്വൽ സസഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്പനി നെവർ ഡൈസ്, കമ്പനി ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ മരണപ്പെടുന്നില്ല. കമ്പനിയുടെ അംഗങ്ങൾ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കാലാകാലങ്ങളിൽ മാറാം, പക്ഷേ അത് അതിൻ്റെ തുടർച്ചയെ, കമ്പനിയുടെ നിലനിൽപ്പിൻ്റെ തുടർച്ചയെ അതൊരിക്കലും ബാധിക്കില്ല. അംഗങ്ങൾ മാറിയും വന്നും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അംഗങ്ങളായിരിക്കില്ല പിന്നീട് ഉണ്ടായിരിക്കുന്നത്, എങ്കിലും കമ്പനിക്ക് ഒരിക്കലും അതൊരു തടസ്സമായിട്ട് വരുന്നില്ല. കമ്പനി എന്നും തുടർന്നുകൊണ്ടിരിക്കും. അതായത് അംഗങ്ങളുടെ മരണമോ, ഇൻസാനിറ്റി, ഡെത്ത്, ഇൻസോൾവൻസി, മരണം, ബുദ്ധിസ്ഥിരതയില്ലാത്ത അവസ്ഥ, ഇൻസെയിൻ എന്ന് വെച്ചാൽ മാഡ്നസ് എന്നാണ് അത്. അപ്പോൾ അംഗങ്ങളുടെ ബുദ്ധിസ്ഥിരതയില്ലാത്ത അവസ്ഥയോ അവരുടെ ഇൻസോൾവൻസി, കടങ്ങൾ കൊടുത്തു തീർക്കാൻ കഴിവില്ലാത്ത അവസ്ഥ, ഇതൊന്നും തന്നെ, അല്ലെങ്കിൽ അംഗങ്ങളുടെ മരണം, ഇതൊന്നും തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ കൂട്ടായ നിലനിൽപ്പിനെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല. It is important to note that company does not come to an end even if all its members die. On the death of the member, his legal representatives become entitled to the share by way of transmission. Transmission is the transfer of shares to the legal heirs of shareholders on death, insanity, etc. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി ഒരിക്കലും അവസാനിക്കുന്നില്ല. കമ്പനിയുടെ അംഗങ്ങളെല്ലാവരും മരിച്ചാൽ പോലും കമ്പനി ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി ഒരു കമ്പനിയുടെ ഒരു മെമ്പർ മരിക്കുകയാണെങ്കിൽ ആ മെമ്പറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, നിയമപരമായിട്ടുള്ള പ്രതിനിധികൾക്ക് മരിച്ചുപോയ അംഗം ഹോൾഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഷെയർ ട്രാൻസ്മിഷൻ മുഖാന്തരം ലഭിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ? ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രാൻസ്മിഷൻ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ടു ദ ലീഗൽ എയർസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ഡെത്ത്, ഇൻസാനിറ്റി, എക്സെട്ര. അതായത് ഒരു ഷെയർ ഹോൾഡർ, ഓഹരി ഉടമ മരണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരതയില്ലാത്ത അവസ്ഥയാവുക, മാഡാവുകയോ ഭ്രാന്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ആ ഷെയർ ഹോൾഡറുടെ ലീഗൽ ഹെയർസിന്, നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് ഓഹരികൾ കൈമാറ്റം ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് കമ്പനി അതിൻ്റെ അംഗങ്ങൾ മരിച്ചു പോയാലും, ഇൻസൈൻ ആയാലും, ഇൻസോൾവൻ്റ് ആയാലും കമ്പനിക്ക് ഒരിക്കലും അവസാനമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് ഇതാണ്, പെർപ്പച്വൽ സസഷൻ. കമ്പനിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകതയാണ് പെർപ്പച്വൽ സസഷൻ അഥവാ continuous existence. So, characteristics of company will be continued in the next video lecture. This is the first part, and the rest of the characteristics will be discussed in the second part. I hope all of you have understood the characteristics of a company in this first part. For more information and classes, please subscribe our YouTube channel Bosco Campus Vision. Thank you for listening.